അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. 2 കപ്പ് മൈദ നമ്മളൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇളം ചൂടുള്ള പാലൊഴിച്ച് നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റിന് വെക്കാം. 30 മിനിറ്റ് റെസ്റ്റിന് ഒന്ന് അടച്ച് വെക്കാം. നമുക്കതിലേക്കൊരു ചട്നി തയ്യാറാക്കി എടുക്കാനുണ്ട്. ഒരു ചമ്മന്തി തയ്യാറാക്കാം. അതിനൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരൊഴിച്ച് കൊടുക്കാം. നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഡോ ഒന്ന് പരത്തിയെടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് 4 ഭാഗങ്ങളാക്കി മാറ്റാം. നമ്മൾ കുഴച്ച് വെച്ച മാവിന് 4 ഭാഗങ്ങളാക്കാം. ഓരോ പീസും നമുക്ക് എടുത്തിട്ടൊരു ബോള് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അങ്ങനെ ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. ഒരെണ്ണം പരത്തി നല്ല തിന്നായിട്ട് പരത്തരുത്, ചെറിയൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വേറൊരു ബോൾ എടുത്തിട്ട് വീണ്ടും ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു കട്ടർ പോലത്തെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്തിരി അമർത്തി കട്ടായി പോകരുത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഓരോ സ്പൂണ് ഈ ഓരോ റൗണ്ടിൻ്റെ ഉള്ളിലും സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരുന്ന് അതിൽ നിന്ന് ഓരോ പീസും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം പരത്തി വെച്ച ഇത് പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത കട്ടർ വെച്ചിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടും. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ചൂടിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി കഴിഞ്ഞാൽ നന്നായി വീർത്ത് വരും, നന്നായി പൊന്തിയിട്ടുണ്ടാവും. ഇത് ഗോൾഡൻ കളറായാൽ നമുക്ക് വറുത്ത് കോരാം. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അടിപൊളി സ്നാക്സാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.